ഇന്ന് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് കായലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന മഞ്ഞുമാത പള്ളി പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു അടിപൊളി പള്ളിയാണേ. അപ്പോൾ ഇവിടേക്ക് ഞാൻ പോയത് പറവൂരിൽ നിന്ന് പട്ടണംകാവലയിലെത്തി. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുഞ്ഞിത്തൈ എത്തി. അവിടെ നിന്ന് ബോട്ടിൽ കയറിയാണ് പള്ളിപ്പുറത്ത് എത്തിയത്. അപ്പോൾ ഈ വഴി വരുന്നവർക്ക് ബോട്ടിൽ കയറി ഒരു അടിപൊളി ബോട്ട് യാത്രയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബോട്ട് യാത്രയ്ക്ക് 5 രൂപയാണ് ടിക്കറ്റിന്, ഒരാൾക്ക് 5 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പം നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാണ് ബോട്ട് എടുത്തത്. നല്ല മഴയായിരുന്നു, ബോട്ട് കാറ്റത്ത് കിടന്ന് ആടുമായിരുന്നു. നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഫീൽ കിട്ടത്തില്ല, പക്ഷേ ബോട്ടിൽ കയറിയപ്പം കുറച്ച് പേടിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞൊക്കെയാണ് ബോട്ട് എടുത്തത്. അപ്പോൾ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ബോട്ടിൽ നിന്നു. അപ്പോൾ ഇവിടെ ഒരു രാവിലെ 7 മണി തൊട്ട് രാത്രി ഒരു 9 മണി വരെയൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. രാത്രി 9 മണി വരെ എന്തായാലും ഉണ്ട്. അപ്പോൾ ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് കുഞ്ഞിത്തായിൽ നിന്ന് ബോട്ട് കയറി അപ്പുറത്ത് പള്ളിപ്പുറത്ത് എത്തി. അവിടുന്ന് ബോട്ട് ഇറങ്ങി ഒരു 5 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. അത് നടന്നെത്തുന്ന അതിമനോഹരമായ മഞ്ഞുമാത ബസിലിക്ക പള്ളിയിലാണ്. അപ്പോൾ ഇത് കായലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന പള്ളി ആയതുകൊണ്ട് അടിപൊളി പള്ളിയാണ്. പള്ളി കാണാനും ഭംഗിയുണ്ട്, ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നൊരു പള്ളിയാണ്. വലിയ ശല്യങ്ങളോ ടൗണിൻ്റെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു പള്ളിയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചെറിയ ബോട്ട് നന്നാക്കുന്ന വർക്ക്ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇതൊക്കെ കണ്ടിട്ടൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഞങ്ങൾ മലയോരത്ത് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും ഭയങ്കര രസമൊക്കെ തോന്നി. അപ്പോൾ ഇതാണ് മഞ്ഞുമാത പള്ളി, ഈ കാണുന്നതാണ്. ഇത് എൻ്റെ പുറകുവശത്തോടെയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ട് കയറ്റി ഈ ഒരു ബോട്ടിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഞങ്ങളിങ്ങനെ മഞ്ഞുമാത പള്ളിയിൽ ഫ്രണ്ടിൽ കൂടെ നടന്നെത്തി. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ AD 1503 മുതൽ ഈ പ്രദേശം പോർച്ചുഗീസ് അധീനതയിലായിരുന്നു. അതിനുശേഷം AD 1661 പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ ഇവിടെ പിടിച്ചടക്കി. AD 1662 ഡച്ചുകാർ ഇവിടെ ദേവാലയം ഡച്ചുകാരാണ് ഇവിടെ ദേവാലയം നിർമ്മിക്കുന്നത്. ഈ ദേവാലയം ആദ്യം നിർമ്മിച്ചപ്പോൾ ചെയ്തതുപോലെ പുഴയിലെ കക്ക നീറ്റിയെടുത്താണ് ചുണ്ണാമ്പ് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ആദ്യം ഇവിടെ പള്ളി നിർമ്മിച്ചത്. അതിനുശേഷം ഈ പള്ളിയുടെ നവീകരണം പുതുക്കി പണിതപ്പോഴും ഇതേ രീതിയിൽ പുഴയിലെ കക്ക നീറ്റിയെടുത്ത് ചുണ്ണാമ്പ് കുമ്മായം സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പിന്നീട് ഈ പള്ളി വീണ്ടും നവീകരണം നടത്തുന്നത്. ആദ്യം നിർമ്മിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു, പിന്നീട് ഇത് തന്നെ. അപ്പോൾ ഇതിനോട് അടുത്ത് തന്നെ ഈ മഞ്ഞുമാത പള്ളിയോട് അടുത്ത് തന്നെ ഒരു വിശുദ്ധ റോക്കിയുടെ പേരിലൂടെ ഒരു ചെറിയൊരു പള്ളിയും കൂടി ഉണ്ട്. മഞ്ഞുമാത പള്ളി ആകാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് നമുക്ക് നോക്കാം. ടിപ്പു സുൽത്താൻ്റെ കേരളം ആക്രമിച്ച കാലത്ത് മൈസൂരിൽ നിന്ന് തൻ്റെ ആയുധങ്ങളുമായി വന്ന ടിപ്പു സുൽത്താൻ എല്ലാ പള്ളികളും ക്ഷേത്രങ്ങളും നശിപ്പിച്ച് ചാലക്കുടി നദിയുടെ തീരത്തുള്ള പള്ളിപ്പുറത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്ന സമീപവാസികൾ ഈ പള്ളി ഹാളിൽ ഒത്തുകൂടി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് പള്ളിക്ക് ചുറ്റും ഒരു മൂടൽമഞ്ഞ് പടർന്നിരുന്നതും ടിപ്പുവിനോ സൈന്യത്തിനോ പള്ളിയിലും പരിസരവും കാണാൻ പറ്റാതെ ആവുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പം ടിപ്പുവിൻ്റെ ആ ഒരു കാലത്തെ ആക്രമണം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും പോർച്ചുഗീസുകാർ പണിത പള്ളികളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമായിരുന്നു ടിപ്പു അഴിച്ചു വിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിപ്പുറം സ്ഥലവും എത്തി ഇവിടെയും ആക്രമിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സമീപവാസികളെല്ലാം കൂടി പള്ളിയിൽ ഒത്തുകൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ പള്ളിക്ക് ചുറ്റും മൂടൽമഞ്ഞ് പടർന്ന് ടിപ്പുവിനോ സൈന്യത്തിനൊന്നും കാണാതാവുകയും ചെയ്തു. അപ്പോൾ ടിപ്പു ഇത് അറബിക്കടലിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ടിപ്പുവും സൈന്യവും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ടിപ്പുവിനും സൈന്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന് ടിപ്പു സൈന്യം തിരിച്ച് മൈസൂരിലോട്ട്, അപ്പോൾ ടിപ്പുവിൻ്റെ സൈന്യം ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെടുകയും അതിനുശേഷം ടിപ്പു സൈന്യം മൈസൂരിലേക്ക് മടങ്ങിപ്പോയി എന്നുമാണ് ചരിത്രം. അപ്പോൾ ഇപ്പോൾ ഈ ചർച്ച് കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണുള്ളത്. ഭയങ്കര ഒരു അടിപൊളി ഭയങ്കര ഭംഗിയാണ് ഈ ചർച്ച് കാണാൻ. കായലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വൈകുന്നേരം ഒരു 6:30-7 മണി ആയായിരുന്നു. കുറച്ചുകൂടെ ഭംഗിയായി അത് കാണാൻ ചർച്ച്. അതിനുശേഷം തിരിച്ച് നമ്മളതുപോലെ നടന്ന് ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ നിന്ന് ബോട്ട് കയറി അപ്പുറത്ത് കുഞ്ഞിത്തായിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ജൂലൈ 30 മുതൽ
ഓഗസ്റ്റ് 5 വരെയാണ് സ്നോ മാതാവിൻ്റെ, അതായത് മഞ്ഞ് മാതാവിൻ്റെ വാർഷിക തിരുനാൾ ആഘോഷിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ഒരു റോക്കി, വിശുദ്ധ റോക്കിയുടെ പേരിലുള്ള നാമത്തിലുള്ള ചെറിയ പള്ളിയുണ്ട്. അപ്പോൾ ഒരു അടിപൊളി യാത്രയായിരുന്നു ഈ തവണ മഞ്ഞുമാതാ പള്ളിയിൽ പോയത്. ബോട്ട് യാത്രയൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല രസമായിരുന്നു ഈ തവണത്തെയും. ഇപ്പോൾ രാത്രിയിൽ ബോട്ട് തിരിച്ച് പള്ളിപ്പുറത്തോട്ട് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ രാത്രിയിൽ കയറി അപ്പുറത്ത് കുഞ്ഞിത്തൈയിൽ പോയി ഇറങ്ങുകയാണ് ഉണ്ടായത്. അവിടെ വണ്ടി കൊണ്ടിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ സ്കൂട്ടിക്കൊക്കെ വരുന്നവർക്ക് ഈ ബോട്ടിൽ തന്നെ സ്കൂട്ടി കയറ്റാൻ പറ്റും. അതിന് 7 രൂപയാണ്. അപ്പോൾ ബോട്ടിൽ തന്നെ സ്കൂട്ടി കയറ്റി ഇപ്പുറത്ത് വന്നിറങ്ങി നമുക്ക് വണ്ടിക്ക് പോകാം. പള്ളിയുടെ അടുത്തോട്ട് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാൽ പോലും. അപ്പോൾ 5 രൂപയേ ഉള്ളൂ നമുക്ക് ഈ ബോട്ട് ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ചെറിയ പൈസയ്ക്ക് പോയി വരാവുന്നുള്ളൂ. ചെറിയ പള്ളിയാണ്, അടിപൊളി പള്ളിയാട്ടോ, എല്ലാവരും പോകണം.